നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃക്കൂർ കല്ലൂർ സ്വദേശി സന്ദീപ് റഷ്യയിൽ കൊല്ലപ്പെട്ടെന്ന് റഷ്യൻ സേന സ്ഥിരീകരിച്ചു. കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി പലായനം ചെയ്യേണ്ട അവസ്ഥയാണുള്ളതെന്നും തൊഴിൽ വകുപ്പ് കൃത്യമായി ഇടപെടേണ്ട സാഹചര്യമാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ദേശീയപാത മരത്താക്കര പുഴമ്പള്ളം റോഡിനു സമീപം നിയന്ത്രണം വിട്ട ലോറി 7 പെട്ടി ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചുകയറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ഐക്യദാർഢ്യ പ്രകടനം നടത്തി. വാർത്തകൾ വിശദമായി. തൃക്കൂർ കല്ലൂർ സ്വദേശി സന്ദീപ് റഷ്യയിൽ കൊല്ലപ്പെട്ടെന്ന് റഷ്യൻ സേന സ്ഥിരീകരിച്ചു. ഇക്കാര്യം ഇന്ത്യൻ എംബസി സന്ദീപിന്റെ കുടുംബത്തെ അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രി ജില്ലാ കളക്ടർ വഴിയാണ് അറിയിപ്പ് കൈമാറിയത്. റഷ്യൻ സൈന്യത്തിൽ അംഗമായിരുന്നെങ്കിലും സന്ദീപ് കൊല്ലപ്പെട്ടത് യുദ്ധത്തിലാണെന്ന് അറിയിപ്പിൽ സ്ഥിരീകരണമില്ല. കൊല്ലപ്പെട്ട സന്ദീപിന്റെ മൃതദേഹം എംബസി വഴി നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സൈന്യത്തിന്റെ അനുമതി മാത്രമാണ് ഇനി വേണ്ടതെന്നും മൃതദേഹം വൈകാതെ നാട്ടിലെത്തിക്കുമെന്നും സൈന്യത്തിന്റെ അനുമതിക്കായി റഷ്യൻ സർക്കാരുമായി ബന്ധപ്പെടുന്നുണ്ടെന്നും എംബസിയിൽ നിന്ന് അറിയിച്ചു. കല്ലൂർ നായരങ്ങാടി കാങ്കിൽ ചന്ദ്രയുടെയും വത്സലയുടെയും മകൻ 36 വയസ്സുള്ള സന്ദീപ് യുക്രൈൻ സേനയുടെ ഡ്രോൺ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ 16-നാണ് ഇതു സംബന്ധിച്ച് റഷ്യയിലുള്ള മലയാളിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നത്. സന്ദീപിനോടൊപ്പം റഷ്യയിൽ എത്തിയവരെയും നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ശ്രമം തുടങ്ങി. കൊടകര കനകമല സ്വദേശി സന്തോഷ് കുമാർ ഉൾപ്പെടെ 3 പേരും നാട്ടിലേക്ക് മടങ്ങാൻ സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്ന് എംബസി അധികൃതർ അറിയിച്ചു. സന്ദീപിന്റെ മരണത്തോടെ നാട്ടിലെ ബന്ധുക്കളുടെ സമ്മർദ്ദമാണ് ഇവരുടെ തീരുമാനത്തിന് കാരണം. ഇവരെയും ചാലക്കുടിയിലെ ഏജന്റ് വഴി റഷ്യയിൽ പോയ മറ്റുള്ളവരെയും കണ്ടെത്തി നാട്ടിലേക്ക് അയക്കാനാണ് ശ്രമമെന്ന് റഷ്യയിലെ ഇന്ത്യൻ എംബസി അധികൃതർ അറിയിച്ചു. ഏപ്രിൽ മാസത്തിൽ റഷ്യയിലേക്ക് പോയ സന്ദീപിന് സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലായിരുന്നു ജോലി. സന്ദീപ് ഉൾപ്പെടെ റഷ്യൻ സേനയിലെ 12 അംഗ പട്രോളിംഗ് സംഘമാണ് ആക്രമിക്കപ്പെട്ടത്. റഷ്യൻ സൈന്യത്തിൽ ചേർന്ന സന്ദീപിന്റെ മൃതദേഹം റസ്തോവിലെ ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണെന്നാണ് എംബസിയിൽ നിന്നുള്ള വിവരം. കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി പലായനം ചെയ്യേണ്ട അവസ്ഥയാണുള്ളതെന്നും തൊഴിൽ വകുപ്പ് കൃത്യമായി ഇടപെടേണ്ട സാഹചര്യമാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. റഷ്യൻ സൈന്യത്തിന് നേരെയുണ്ടായ യുക്രൈൻ ഷെല്ലാക്രമണത്തിൽ കൊല്ലപ്പെട്ട തൃക്കൂർ നായരങ്ങാടി സ്വദേശി സന്ദീപിന്റെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശോഭ സുരേന്ദ്രൻ. ഇവിടുത്തെ ചെറുപ്പക്കാർ ഇഷ്ടപ്പെട്ടല്ല വിദേശത്തേക്ക് പോകുന്നത്. നല്ല രീതിയിൽ തൊഴിലെടുക്കാനും ഉറപ്പാക്കി മാത്രം ജീവിക്കാനും സാധിക്കുന്ന സാഹചര്യത്തിൽ മാത്രം കുട്ടികളെ വിദേശത്ത് അയച്ചാൽ മതി. അല്ലെങ്കിൽ ഇതേ തൊഴിൽ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഉറപ്പാക്കണം. അതിന് സംസ്ഥാന തൊഴിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇടപെടണമെന്നും ശോഭ പറഞ്ഞു. സന്ദീപിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രിമാരുമായി ബന്ധപ്പെട്ടു. സുരേഷ് ഗോപിയുമായി വിഷയം ചർച്ച ചെയ്തെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു. സന്ദീപിന്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും സമാശ്വസിപ്പിച്ച ശേഷമാണ് ശോഭ സുരേന്ദ്രൻ മടങ്ങിയത്. BJP ആമ്പല്ലൂർ മണ്ഡലം പ്രസിഡന്റ് AG രാജേഷ്, സജീവൻ തൃക്കൂർ, സന്ദീപ് ആമ്പല്ലൂർ, ഷാജി കോറ്റുകുളം, സൂരജ് ഞെല്ലൂർ, അബ്ബാസ് എന്നിവരും ശോഭ സുരേന്ദ്രനോടൊപ്പം ഉണ്ടായിരുന്നു. വരുന്ന ചെറുപ്പക്കാർ ഇതുപോലെ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ജോലിക്ക് വേണ്ടിയിട്ട്. ഇതെല്ലാം വലിയ ശ്രദ്ധ പുലർത്തിക്കൊണ്ട് കേരളത്തിൻ്റെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇടപെടേണ്ട ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. നല്ല രീതിയിൽ ജോലിയെടുക്കാനും ജീവിക്കാനും സാധിക്കുന്ന രീതിയിൽ നമ്മുടെ മക്കൾ പോയാൽ മതി എന്നുള്ള, അല്ലെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള സാഹചര്യം നമുക്ക് ഇവിടെ തന്നെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതാണ്. അത് ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള നഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിലെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർ കൃത്യതയോടുകൂടി മനസ്സിലാക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ദേശീയപാത പുതുക്കാട് പോലീസ് സ്റ്റേഷന് സമീപത്തെ U-ടേണിൽ ജീപ്പിന് പുറകിൽ കാറിടിച്ച് അപകടം. ബുധനാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. U-ടേണിന് സമീപത്ത് പെട്ടെന്ന് നിർത്തിയ ജീപ്പിന് പുറകിൽ കാർ വന്ന് ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. ഗുരുവായൂരിൽ നിന്ന് അങ്കമാലിയിലേക്ക് പോവുകയായിരുന്ന കുടുംബം സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി.
പരശുരാമ പ്രതിഷ്ഠയുള്ള 108 ദുർഗാലയങ്ങളിൽ ഒന്നായ കുട്ടനല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ശ്രീകോവിലിന്റെ ഉത്തരം വയ്പ് ഭക്തി നിർഭരമായി നടത്തി. തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണിമംഗലത്ത് ശ്രീ വല്ലഭൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ശാന്തിക്കാരായ ദീപക് ഭട്ട്, പുരുഷോത്തമ ഭട്ട്, മുഖ്യശില്പി സുനിൽ കൃഷ്ണ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ദേശീയപാത മരത്താക്കര പുഴമ്പള്ളം റോഡിന് സമീപം നിയന്ത്രണം വിട്ട ലോറി 7 പെട്ടി ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചുകയറി. മരത്താക്കരയിലെ ഫിഷ് മാർക്കറ്റിന് മുൻപിൽ മീൻ കൊണ്ടുപോകാൻ നിർത്തിയ വാഹനങ്ങളിലേക്കാണ് ഗ്യാസ് സിലിണ്ടർ കയറ്റി വന്ന ലോറി പാഞ്ഞുകയറിയത്. അപകടത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. വടക്കാഞ്ചേരി സ്വദേശി ഷാഹുലിലാണ് പരിക്കേറ്റത്. ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയായിരുന്നു അപകടം. മീൻ വാങ്ങാനെത്തിയ 25ഓളം പേർ വാഹനങ്ങൾക്കരികിൽ നിൽക്കുന്നുണ്ടായിരുന്നു. ലോറി വരുന്നത് കണ്ട് ആളുകൾ ഓടി മാറിയതുമൂലം വൻ ദുരന്തമാണ് ഒഴിവായത്. അപകടത്തെ തുടർന്ന് ഓടി രക്ഷപ്പെട്ട ലോറി ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പിടികൂടി. ഒല്ലൂർ പോലീസും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. കൊൽക്കത്ത മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ കൂട്ടമാനഭംഗത്തിനിരയായി വധിക്കപ്പെട്ട ദാരുണ സംഭവത്തിൽ ഇരയ്ക്ക് നീതിയും സുരക്ഷയ്ക്കായി രാജ്യത്ത് നിയമവും നടപ്പാക്കണം എന്നാവശ്യപ്പെട്ട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ഐക്യദാർഢ്യ പ്രകടനം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KM ശിവരാമൻ ഉദ്ഘാടനം ചെയ്തു. പുതുക്കാട് സെന്ററിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് P തങ്കം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് T ബാലകൃഷ്ണ മേനോൻ, BB ശോഭനകുമാരി, KO പുറിഞ്ചു, KV രാമകൃഷ്ണൻ, MS വിജയലക്ഷ്മി, K സുകുമാരൻ, MA സുശീല തുടങ്ങിയവർ സംസാരിച്ചു. അത് പുറത്തേക്കാണ് സംഭവിച്ചത്. നേരം വെളുക്കുമ്പോൾ അവിടുത്തെ പ്രിൻസിപ്പാൾ വീട്ടുകാരെ വിളിച്ചു പറഞ്ഞത്, മാതാപിതാക്കളെ വിളിച്ചു പറഞ്ഞത്, നിങ്ങളുടെ മകൾ ഇവിടുത്തെ PG ഡോക്ടർ ആത്മഹത്യ ചെയ്തിരിക്കുന്നുവെന്നാണ്. മാള ഉപജില്ലാ കായികമേളയുടെ ഭാഗമായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ ആളൂർ RM ഹയർ സെക്കൻഡറി സ്കൂൾ അണ്ടർ-17 ടീം കപ്പുയർത്തി. 2 ഗോളുകൾക്ക് പുത്തഞ്ചിറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിനെ തോൽപ്പിച്ചാണ് ആളൂർ ഹയർ സെക്കൻഡറി സ്കൂൾ അണ്ടർ-17 കപ്പുയർത്തിയത്. വാർഡംഗം സുബിൻ സെബാസ്റ്റ്യൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6670 രൂപ, പവന് 53,360 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കൂർ കല്ലൂർ സ്വദേശി സന്ദീപ് റഷ്യയിൽ കൊല്ലപ്പെട്ടെന്ന് റഷ്യൻ സേന സ്ഥിരീകരിച്ചു. കേരളത്തിലെ യുവാക്കൾ തൊഴിൽ തേടി പലായനം ചെയ്യേണ്ട അവസ്ഥയാണുള്ളതെന്നും തൊഴിൽ വകുപ്പ് കൃത്യമായി ഇടപെടേണ്ട സാഹചര്യമാണെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. ദേശീയപാത മരത്താക്കര പുഴമ്പള്ളം റോഡിന് സമീപം നിയന്ത്രണം വിട്ട ലോറി 7 പെട്ടി ഓട്ടോറിക്ഷകളിലേക്ക് ഇടിച്ചുകയറി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊടകര ബ്ലോക്ക് കമ്മിറ്റി ഐക്യദാർഢ്യ പ്രകടനം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.